ഇന്ത്യയെ തകർക്കാൻ നോക്കുന്ന ട്രംപിനെയും അമേരിക്കയെയും തകർക്കണമെന്ന ചിന്ത ഇന്ത്യൻ വംശജരായ പലർക്കും തോന്നാറുണ്ട്. അത്തരത്തിൽ ട്രംപിനെതിരെ മുദ്രാവാക്യം വിളിച്ച ഇന്ത്യൻ വംശജന്റെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിമാനത്തിൽ മുദ്രാവാക്യം വിളിച്ച ഇന്ത്യൻ വംശജൻ സ്കോട്ട്ലാൻഡിൽ അറസ്റ്റിലായി. അമേരിക്കയുടെ അന്ത്യം, ട്രംപിന്റെ മരണം, അല്ലാഹു അക്ബർ എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിന്റെ വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ്. 41-കാരനായ അഭയ് ദേവദാസ് നായകാണ് അറസ്റ്റിലായത്. എന്നാൽ ഇദ്ദേഹം ഒരു ഇസ്ലാം അല്ലെങ്കിലും എന്തിനു വേണ്ടിയാണ് മുസ്ലിമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിച്ചതെന്ന കാര്യത്തിലും ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. പാകിസ്ഥാൻ തീവ്രവാദ ബന്ധം ഇതിന് പിന്നിലുണ്ടോ എന്നും സംശയമുണ്ട്. ലണ്ടനിലെ ലൂട്ടൺ വിമാനത്താവളത്തിൽ നിന്ന് ഗ്ലാസ്ഗോയിലേക്കുള്ള വിമാനയാത്രയിലാണ് നാടകീയ രംഗങ്ങൾ ഉണ്ടായത്. അക്രമം, വിമാനത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. EasyJet വിമാനം ഞായറാഴ്ച രാവിലെ ഗ്ലാസ്ഗോയിൽ എത്തിയതിന് പിന്നാലെയാണ് അഭയ് ദേവദാസ് നായക് അറസ്റ്റിലായത്. വിമാനം ബോംബിട്ട് തകർക്കുമെന്ന് ഇയാൾ ഭീഷണി മുഴക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. ജൂലൈ 27 രാവിലെ 8:20 ഗ്ലാസ്ഗോയിലെത്തിയ വിമാനത്തിൽ ഒരാൾ പ്രശ്നമുണ്ടാക്കുന്നതായി വിവരം ലഭിച്ചെന്ന് സ്കോട്ട്ലാൻഡ് പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഈ സംഭവത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് പ്രാഥമിക വിവരമെന്നും പോലീസ് വ്യക്തമാക്കി. ഓൺലൈനിൽ പ്രചരിക്കുന്ന മുദ്രാവാക്യ വീഡിയോകൾ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പരിശോധിച്ചു വരികയാണെന്നും പ്രസ്താവനയിൽ അറിയിച്ചു. ലണ്ടനിലെ ലൂട്ടൺ സ്വദേശിയായ നായകിനെതിരെ UK-യുടെ എയർ നാവിഗേഷൻ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ തീവ്രവാദ കുറ്റങ്ങൾ ചുമത്തിയിട്ടില്ല. വിമാനത്തിനോ യാത്രക്കാർക്കോ അപകടകരമായ രീതിയിൽ പ്രവർത്തിച്ചാൽ ചുമത്തുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഓൺലൈനിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ 2 സഹയാത്രികർ ചേർന്ന് പ്രതിയെ വിമാനത്തിൽ തറയിലേക്ക് തള്ളിയിടുന്നത് കാണാം. തുടർന്ന് പൈലറ്റ് അടിയന്തര ലാൻഡിംഗ് നടത്തി. സ്കോട്ട്ലാൻഡ് പോലീസ് ഉടൻ എത്തി നായകിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാളെ അടുത്ത ആഴ്ച കോടതിയിൽ ഹാജരാക്കുന്നതുവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോ അതിർത്തിയോട് ചേർന്നുള്ള പൈസ്രി ഷെരീഫ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഇയാൾ കുറ്റം സമ്മതിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തില്ല. എന്തിനാണ് മുസ്ലിം എന്ന് തോന്നിപ്പിക്കും വിധം ഇയാൾ മുദ്രാവാക്യം വിളിച്ചതെന്നും വ്യക്തമല്ല. ട്രംപിനോടുള്ള വിരോധമാണോ ഇദ്ദേഹത്തെ ഇങ്ങനെ ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചതെന്നും കണ്ടെത്തേണ്ടതായുണ്ട്. വാഷിംഗ്ടണുമായി പ്രത്യേക വ്യാപാര കരാറുകളിൽ ഏർപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് 15% മുതൽ 20% വരെ പൂർണ്ണ തീരുവ ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച പറഞ്ഞിരുന്നു. ലോകത്തിന് ഇത് 15% മുതൽ 20% വരെ ആകുമെന്നും ഞാൻ പറയും. എനിക്ക് നല്ലവനാകണമെന്നും ട്രംപ് സ്കോട്ട്ലാൻഡിലെ ടേൺബെറിയിൽ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിനൊപ്പം വ്യക്തമാക്കി. ഏപ്രിലിൽ US പ്രസിഡന്റ് പ്രഖ്യാപിച്ച 10% അടിസ്ഥാന താരിഫിൽ നിന്ന് വർധനവ് സൂചിപ്പിക്കുന്നതിനാൽ ട്രംപിന്റെ പരാമർശങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നു. താരിഫ് നിരക്ക് 10% ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചെറിയ രാജ്യങ്ങൾക്ക് ഇത് സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനും സാധ്യതയുണ്ട്. ഈ മാസം ആദ്യം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, കരീബിയൻ രാജ്യങ്ങൾ, ആഫ്രിക്കയിലെ നിരവധി രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ചെറിയ രാജ്യങ്ങൾക്ക് 10% അടിസ്ഥാന താരിഫ് ഉണ്ടായിരിക്കുമെന്ന് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് പറഞ്ഞതായി CNBC റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും ട്രംപ് പറഞ്ഞു, ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കായി ഞങ്ങൾ ഒരു താരിഫ് നിശ്ചയിക്കാൻ പോകുന്നു. US-ൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ നൽകേണ്ടത് അതാണ്. കാരണം നിങ്ങൾക്ക് 200 ഡീലുകൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഓഗസ്റ്റ് 1 താരിഫ് സമയപരിധിക്ക് മുമ്പായി ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇപ്പോഴും US-മായി വ്യാപാര കരാറുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. സമയപരിധി അടുത്തു വരുമ്പോൾ വൈറ്റ് ഹൗസ് കൂടുതൽ കരാറുകൾ ഉണ്ടാക്കാൻ സമ്മർദ്ദത്തിലല്ല എന്ന് ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു. നിലവിൽ മുഖ്യ ചർച്ചക്കാരനായ രാജേഷ് അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ വ്യാപാര പ്രതിനിധി സംഘം സാധ്യമായ ഒരു കരാറിനെ കുറിച്ചുള്ള ആസൂത്രിത ചർച്ചകൾക്കായി വാഷിംഗ്ടണിലാണ്. US-ന്റെ പ്രധാന വ്യാപാര പങ്കാളിയായ ഇന്ത്യ താരിഫുകൾ സംബന്ധിച്ച് US-മായി ഇപ്പോഴും ചർച്ചകൾ നടത്തുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ ആഴ്ച ട്രംപ് ജപ്പാന് 15%, ഇന്തോനേഷ്യയ്ക്ക് 16%, യൂറോപ്യൻ യൂണിയന് 15% തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നിരുന്നാലും ബ്രസീൽ, ലാവോസ് ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ 40%, 50% വരെ തീരുവ ചുമത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.